സിപിഐയുടെ വകുപ്പുകളും കേന്ദ്ര ഫണ്ട് വാങ്ങിയെന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ പരാമർശത്തിൽ മറുപടിയുമായി കൃഷിവകുപ്പ്. കൃഷിവകുപ്പിന്റെ പദ്ധതിയിലൊന്നും ഒരു ബ്രാൻഡിംഗുമില്ല. RKVY പോലെയുള്ള മിക്ക പദ്ധതികളും UPA സർക്കാർ കൊണ്ടുവന്നതാണെന്നും കൃഷിവകുപ്പ് വിശദീകരിച്ചു. വിവരങ്ങളുമായി വീണ്ടും ചേരുന്നു MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, വെരി ഗുഡ് മോർണിംഗ്. CPI ഈ വിഷയവുമായി മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എത്രത്തോളം ദൂരവ്യാപകമായ ഫലങ്ങൾ ഇതുണ്ടാക്കും, ഇത് RSS അജണ്ട കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ CPI വകുപ്പുകളും കേന്ദ്ര ഫണ്ട് വാങ്ങിയിട്ടുണ്ട് എന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ പരാമർശം വരുന്നു. അതിലിപ്പോൾ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു മറുപടിയാണല്ലോ CPIയുടെ മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളിൽ നിന്നുണ്ടായിരിക്കുന്നത്, പ്രത്യേകിച്ച് കൃഷി വകുപ്പിൽ നിന്ന്. എന്താണ് അവർ പറയുന്നത്? ക്രിസ്റ്റീന, PM ശ്രീ പദ്ധതിയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ നേരത്തെ പല CPI നേതാക്കളും വിമർശനം ഉന്നയിച്ചിരുന്നു. ഏകപക്ഷീയമായി വിദ്യാഭ്യാസ വകുപ്പ് അത്തരമൊരു നിലപാടുകൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അജണ്ടകൾ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ അനുവദിക്കരുത് എന്നുള്ള ഒരു നിലപാടായിരുന്നു CPI നേതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ അതിന് മറുപടി അല്ലെങ്കിൽ ഒരു പ്രതിരോധമായി വിദ്യാഭ്യാസ മന്ത്രി തുടക്കം മുതൽ തന്നെ പറഞ്ഞ ഒരു കാര്യം, വിദ്യാഭ്യാസ വകുപ്പ് മാത്രമല്ല മറ്റു വകുപ്പുകളും കേന്ദ്ര ഫണ്ട് വാങ്ങുന്നുണ്ട് എന്നതാണ്. അതിൽ പ്രധാനമായും ഉന്നമിച്ചത് കൃഷിവകുപ്പിനെ തന്നെയാണ്. CPI മന്ത്രി ഉൾപ്പെടുന്ന കൃഷിവകുപ്പിനെയാണ് ഇന്നലെ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലും വിദ്യാഭ്യാസ മന്ത്രി പരാമർശിച്ചത്. അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ കൃഷിമന്ത്രി P പ്രസാദ് രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു കേന്ദ്ര ഫണ്ടിലും ഈ കൃഷിവകുപ്പിന്റെ ഒരു പദ്ധതിയിൽ പോലും ബ്രാൻഡിംഗ് ഇല്ല എന്നുള്ള ഒരു വിശദീകരണമാണ് P പ്രസാദ് നൽകിയിരിക്കുന്നത്. ഒപ്പം RKVY പോലുള്ള മിക്ക പദ്ധതികളും കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ് കൊണ്ടുവന്നത്. കേന്ദ്ര പദ്ധതികളിലെ നിബന്ധനകൾ നടപ്പിലാക്കാൻ കൃഷിവകുപ്പ് അനുവദിച്ചിട്ടില്ല എന്ന് കൂടി ഇപ്പോൾ P പ്രസാദ് വിശദീകരിക്കുകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുമ്പോൾ പല കേന്ദ്ര അജണ്ടകളും സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടി വരും. ആ നിബന്ധനകൾ ഉൾപ്പെടെ പാലിക്കണമെന്ന് കൃത്യമായി അതിൽ പറയുന്നുണ്ട്. പക്ഷേ കൃഷിവകുപ്പിൽ അത്തരത്തിൽ ഒരു കേന്ദ്ര പദ്ധതികളുടെ നിബന്ധനകളും പാലിക്കുന്നില്ല, അല്ലെങ്കിൽ ആ പദ്ധതികൾ ആ ഒരു തരത്തിൽ ഇവിടെ നടപ്പിലാക്കുന്നില്ല എന്നൊരു വിശദീകരണമാണ് ഇപ്പോൾ P പ്രസാദ് നൽകുന്നത്. അത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കുള്ള ഒരു മറുപടി കൂടിയാണ്. ക്രിസ്റ്റീന, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.